Praise God. Hallelujah. One more Sunday. ഒരു ഞായറാഴ്ച കൂടെ Hallelujah. We come together to worship the living God. നാം ഒന്നിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനായി കടന്നു വന്നിരിക്കുന്നു. How many of you are happy that God gave you an opportunity to worship Him? എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് സന്തോഷത്തോടു കൂടെ ആയിരിക്കും? Let's start with a word of prayer. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. Father, I thank you for this time. പിതാവേ, ഞങ്ങൾ ഈ സമയത്തിനായി നന്ദി പറയുന്നു. Lord, I pray the Lord Jesus, it will be a word that you have spoken. കർത്താവേ, ഇത് അങ്ങ് അയച്ചിരിക്കുന്ന വചനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Less of me and more of you, Lord. കർത്താവേ, ഇത് ഞാൻ കുറയണം, അങ്ങ് അധികമാകണം. Hallelujah. ഹല്ലേലൂയ. Father, I pray the truth of God's word would be revealed. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവവചനത്തിന്റെ സത്യം വെളിപ്പെടുമാറാകട്ടെ. Lord, I pray for every distracting evil spirits, Father, all kinds of demonic spirits are rebuked that in Jesus' mighty name. യേശുവിന്റെ നാമത്തിൽ ശ്രദ്ധ തെറ്റിക്കുന്നതായിട്ടുള്ള എല്ലാ പൈശാചികമായിട്ടുള്ള ആത്മാക്കളെയും മറ്റ് എല്ലാ ദുഷ്ട ആത്മാക്കളെയും ഞാൻ അത് ശാസിച്ച് പുറത്താക്കുന്നു. Every spirit of fatigueness, tiredness, I rebuke that in Jesus' mighty name. ക്ഷീണത്തിൻ്റെതായിട്ടുള്ള എല്ലാ ആത്മാവിനെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. I invite the Holy Spirit. This is the bay of the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുന്നു. ഇത് പരിശുദ്ധാത്മാവിന്റെ സ്ഥലവും സമയവുമാകും. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. If you read the Bible, there are different storylines in the Bible. നാം തിരുവചനം വായിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കഥാരേഖകളുണ്ട്. When you read from Genesis to Malachi, ഉൽപ്പത്തി പുസ്തകം തൊട്ട് മലാഖി വരെ വായിക്കുമ്പോൾ we see God desiring to dwell with His people. നാം കാണുന്നത് തന്റെ ജനത്തോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ്. But from Matthew to Revelation, something changed. God desiring to dwell with man and in man. എന്നാൽ മത്തായി തൊട്ട് വെളിപ്പാട് വരെ നാം കാണുന്നത് ദൈവം മനുഷ്യനോടുകൂടെയും മനുഷ്യന്റെ അകത്തും വസിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. In Eden, God walked with Adam in the cool of the day. ഏദൻ തോട്ടത്തിലാണെങ്കിൽ ദൈവം ആദാമിനോടുകൂടെ വെയിലാറുമ്പോൾ നടന്നു എന്ന് തിരുവചനം പറയുന്നു. But from Exodus, God he dwelled in the tabernacle with His glory. എന്നാൽ പുറപ്പാട് പുസ്തകത്തിലാണെങ്കിലോ തേജസ്സിൻ്റെതായിട്ടുള്ള സമാഗമന കൂടാരത്തിൽ ദൈവം വസിക്കുകയാണ്. In Solomon's time, the glory of God came and filled the temple. ശലോമോന്റെ സമയത്താണെങ്കിലോ ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ വന്നു എന്ന് പറയുകയാണ്. But in Acts, He filled ordinary believers with His Spirit and made them His house. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളാണെങ്കിലോ സാധാരണ വിശ്വാസികളെ ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറച്ച് തന്റെ ആലയമാക്കി മാറ്റി. And in the end, Revelation, God says, behold, the dwelling of God is with men and He'll live with them forever. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് കണ്ടാലും ദൈവത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ വിവാഹം മനുഷ്യരുമായിട്ടുമാകുന്നു, അങ്ങനെ അവൻ എന്നേക്കുമായി അവരോടൊപ്പം പാർത്തു. So now He personally dwelling with each one of us, and as a people He's dwelling with His people. ഇപ്പോൾ ദൈവം വ്യക്തിപരമായ നാം ഓരോരുത്തരിലും വസിക്കുന്നു, തന്റെ ജനമായും ദൈവം നമ്മുടെ ഇടയിൽ പാർക്കുന്നു. That is God's heart, not to dwell, not just to visit. അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം അതാണ്, സന്ദർശിക്കുവാനല്ല എന്നാൽ വസിക്കുവാൻ. To make us His home. നമ്മെ ദൈവത്തിന്റെ ഭവനമാക്കുക. Hallelujah. Hallelujah. I know many of you have built your own houses. എനിക്കറിയാം നിങ്ങളിൽ പലരും നിങ്ങളുടേതായിട്ടുള്ള ഭവനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. God also desires to build His house. ദൈവത്തിനും ആഗ്രഹമുണ്ട് ദൈവഭവനം നിർമ്മിക്കുവാനായി. When you build your house, you had all specifications. നിങ്ങൾ നിങ്ങളുടെ ഭവനം നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ രീതിയിൽ ചെയ്യണമെന്നുണ്ട്. 4 bedroom, countertop in the kitchen, this, that, you had all your specs. 4 ബെഡ്റൂം വേണം, അടുക്കള ഇന്ന രീതിയിൽ വേണം എന്നുള്ള സവിശേഷതകളെല്ലാം നിങ്ങൾക്ക് താല്പര്യമുണ്ട്. When you gave contract, നിങ്ങൾ അതിനുള്ള കരാറ് കൊടുക്കുമ്പോൾ, and only if the work was done according to what you have desired, you will give the money. നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരം തന്നെ ആ പണി നടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള കരാറിനനുസരിച്ചുള്ള തുക നിങ്ങൾ നൽകുന്നത്. You demanded quality. നിങ്ങൾ ഗുണമേന്മ ചോദിച്ചു. You demanded it be built according to your specifications. നിങ്ങളുടേതായിട്ടുള്ള ആ പറഞ്ഞ രീതിയിൽ തന്നെ നിർമ്മിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു. And if you were that, and God, when He wants to build a house, He also has specifications. അപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ദൈവം തന്റെ ഭവനത്തെ പണിയുമ്പോൾ ദൈവത്തിനും ചില പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. And when you don't budge from your specs, God also won't budge from His specs. നിങ്ങൾ നിങ്ങളുടെ പ്രത്യേകതകൾ വിടുവാൻ ഒരുക്കമല്ല എങ്കിൽ ദൈവവും ദൈവത്തിന്റെ പ്രത്യേക നിർദ്ദേശങ്ങൾ വിടാൻ
ഒരുക്കമല്ല. Today God wants to build the house of God. ഇന്ന് ദൈവത്തിന് ആഗ്രഹം ദൈവഭവനത്തെ പണിയുവാനാണ്. I am not talking about this building or that building that is coming up. ഈ കെട്ടിടത്തെ കുറിച്ചോ വരാൻ പോകുന്ന ആ കെട്ടിടത്തെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. This is just concrete. ഇതെല്ലാം കോൺക്രീറ്റ് ആണ്. But the house of the Lord is something different. എന്നാൽ ദൈവഭവനം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. Genesis 2:15 says, the Lord took man, put him in the garden of Eden to tend and to keep it. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാകുന്നു: യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. God told Adam to tend and keep the garden. ദൈവം ആദാമിനോട് പറയുകയാണ്, നീ തോട്ടത്തെ നോക്കി പരിപാലിക്കുക. The garden was more than the trees growing. It hosted the presence of God. അപ്പോൾ ഈ തോട്ടം എന്ന് പറയുന്നത് കുറെ വൃക്ഷങ്ങളുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. The Eden was the house of God because God dwelled there with man. ഏദൻ എന്ന് പറയുന്നത് അത് ദൈവഭവനമാണ്, കാരണം അവിടെ ദൈവം മനുഷ്യനോടൊപ്പം വസിച്ചു. Just like you will go to work and you would come back in the cool of the day, God also would come back in the cool of the day and dwell with man. നിങ്ങൾ എപ്രകാരം ജോലിക്ക് പോയി വെയിലാറുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം തിരിച്ച് ഭവനത്തിൽ വരുന്നോ, അതുപോലെ ദൈവവും വെയിലാറുമ്പോൾ മനുഷ്യനോടൊപ്പം ആയിരിക്കാൻ ഏദൻ തോട്ടത്തിൽ വന്നു. The garden had the presence of God and Adam's responsibility was to guard that. അപ്പോൾ ഈ തോട്ടത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആദാമിന്റെ ഉത്തരവാദിത്തം അതിനെ പരിപാലിക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു. To tend it and keep it. അത് കാത്ത് പരിപാലിക്കുവാനാണ്. Because it was so important for God. കാരണം അത് ദൈവത്തിന് സുപ്രധാനമായിട്ടുള്ള കാര്യമായിരുന്നു. Jesus said in John 2:19, യോഹന്നാന്റെ പുസ്തകം 2-ാമതായിട്ടുള്ള 19-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ, he said to the people, he said to the Pharisees, destroy this temple and this 3 days I will raise it up. അവിടെ പരീശന്മാരോട് യേശുക്രിസ്തു പറയുകയാണ്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. Jesus had built the house of God inside him, that he's saying this is eternal. യേശുക്രിസ്തു തന്റെ അകത്ത് അല്ലെങ്കിൽ മനുഷ്യരുടെ അകത്ത് വസിക്കുന്ന ആ ഭവനത്തെ കുറിച്ച് പറയുകയാണ്, ഇത് നിത്യമായിട്ടുള്ള ഭവനമാണ്. No man can destroy that. ഇത് ഒരു മനുഷ്യനും തകർക്കുവാൻ കഴിയില്ല. If you want God to dwell among you, നിങ്ങളുടെ അകത്ത് ദൈവം വസിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ you need to have to build a proper house for God. നിങ്ങൾ ദൈവത്തിന് വേണ്ടി തക്കതായിട്ടുള്ള ഒരു ഭവനം പണിയേണ്ടതുണ്ട്. Come on, don't give your leftovers to God. ബാക്കിയുള്ള ശേഷിപ്പല്ല ദൈവത്തിന് You കൊടുക്കണം. need to give your best to God. നിങ്ങളുടെ മികച്ചത് ദൈവത്തിന് നൽകണം. If you look into the storyline of the Old Testament, പഴയ ഉടമ്പടിയെ കുറിച്ചുള്ള ആ കഥാരേഖ നാം നോക്കുമ്പോൾ, you know, when God called the people from Egypt, ദൈവം മിസ്രൈമിൽ നിന്ന് ജനത്തെ വിടുവിക്കുമ്പോൾ and they begin to worship God, ദൈവത്തെ അവർക്ക് അറിയുകയില്ല, ആരാധിപ്പാൻ. they begin to worship God actually in the wilderness. അവർ ആ മരുഭൂമിയുടേതായിട്ടുള്ള അനുഭവത്തിലും അവർ ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങുകയാണ്. But then slowly they begin to worship other gods. എന്നാൽ പതുക്കെ അവർ മറ്റു ദൈവങ്ങളെയും ആരാധിക്കാൻ തുടങ്ങി. So this storyline continued. അപ്പോൾ ഈ കഥാരേഖ ഇങ്ങനെ തുടരുകയാണ്. Worship God, repent, then they will worship other people, other gods. അപ്പോൾ അവർ ദൈവത്തെ ആരാധിക്കുന്നു, അതിനുശേഷം അനുതപിക്കുന്നു, പിന്നെ അവർ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നു. And God will deliver them. പിന്നീട് ദൈവം അവരെ വിടുവിക്കുന്നു. Finally God got fed up and the Babylonians took them. അതിനുശേഷം ദൈവം അങ്ങ് മടുത്ത് പിന്നെ ബാബിലോണിയർ അവരെ തടവിലാക്കി. But after that when they come back, we don't see the Israelites worshiping other gods. അതിനുശേഷം പിന്നീട് അവർ തിരിച്ചു വരുമ്പോൾ ഇസ്രായേലർ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നത് കാണുന്നില്ല. But then they do something. They think, okay, now we can't escape this angry God, so we have to give the minimum. അപ്പോൾ പിന്നീട് അവർ ചെയ്യുന്നത് എന്താണ്? ഈ കോപമുള്ള ദൈവത്തെ നമുക്ക് എങ്ങനെയാണെങ്കിലും ഈ ദൈവത്തിന് രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഏറ്റവും കുറച്ചുള്ളത് അങ്ങ് കൊടുത്തേക്കാം. So in Malachi we see that God said, you are robbing me. മലാഖിയുടെ പുസ്തകത്തിൽ അവിടെ കാണുകയാണ്, നിങ്ങൾ എന്നിൽ നിന്ന് മോഷ്ടിക്കുകയാണെന്ന് തിരുവചനം പറയുകയാണ്. They are giving the leftovers to God. ദൈവത്തിന് അവർ കൊടുക്കുന്നത് ബാക്കി വന്നിരിക്കുന്നതാണ്. And today, you know, many of us we have come to a born again faith. We are filled, but are you giving the leftovers to God? ഇന്ന് നമ്മിൽ പലരും ഈ വീണ്ടും ജനിക്കുന്നതായിട്ടുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിന് കൊടുക്കുന്നത് ബാക്കി വരുന്നതാണ്. The leftover food in your home is for your beggar or for your dog. നിങ്ങളുടെ ഭവനത്തിലുള്ള ബാക്കി വരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ നായക്കുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഭിക്ഷ ചോദിക്കുന്ന വ്യക്തിക്കുള്ളതായിരിക്കാം. Many a times our prayer time is just before we go to the bed. We say, oh കർത്താവേ സൂക്ഷിച്ചോണേ.
പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ സമയം എന്ന് പറയുന്നത് നാം കിടക്കുന്നതിന് മുമ്പുള്ള സമയമാണ്. ലോർഡ് ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് മീ ലോർഡ്. In hard Malayalam language, ദൈവത്തിന് നിങ്ങളുടെ എച്ചില് കൊടുക്കരുത്. Don't give your waste or leftover to the Lord. Hallelujah. Hallelujah. God deserves the best ദൈവത്തിന് ഏറ്റവും മികച്ചത് ദൈവം അർഹിക്കുന്നു. because he gave his best. കാരണം ദൈവം തനിക്കുള്ള മികച്ചത് നൽകി. He did not send angel Gabriel to die for you. നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് ദൈവം ഗബ്രിയേൽ ദൂതനെ അല്ല അയച്ചത്. He sent the prince of his palace to die for you. തന്റേതായിട്ടുള്ള കൊട്ടാരത്തിലെ രാജകുമാരനെയാണ് നൽകിയത്. Hallelujah. 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 As a New Testament Christian, God wants you to build the house of God. പുതിയ നിയമ ക്രിസ്ത്യാനിയായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ദൈവഭവനം പണിയുവാനാണ്. What are you building on with your life? നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ എന്താണ് പണിയുന്നത്? God is okay with good homes, get great career. നല്ല ഭവനം, നല്ല ജോലി സാധ്യതകൾ, ഇതെല്ലാം ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല. Hallelujah. In the Old Testament, there is only one person who desired to have a house for God. പഴയ ഉടമ്പടിയിൽ ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണമെന്ന്. But eventually his son built the house, Solomon built the house. എന്നാൽ അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്ന ശലോമോനാണ് ആ ഭവനം പണിതത്. But as a New Testament Christian, God wants everyone to build a house of God. എന്നാൽ നാം പുതിയ നിയമത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി ഭവനത്തെ പണിയണമെന്നാണ്. In Haggai 1 verse 1 to 5, ഹഗ്ഗായിയുടേതായിട്ടുള്ള പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ let's read in Malayalam. അത് നമുക്ക് വായിക്കാം. ദാര്യാവേശ് രാജാവിന്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദ ദേശാധിപതിയായി ഷെയൽതീയലിന്റെ മകനായ സെരുബാബേലിനും മഹാപുരോഹിതനായി യഹോസദാക്കിന്റെ മകനായ യോശുവയ്ക്കും ഉണ്ടായതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുവിൻ. Hallelujah. Hallelujah. Here the people are saying it is God doesn't need a house now. അപ്പോൾ ഇവിടെ ജനം പറയുകയാണ്, ദൈവത്തിന് അങ്ങനെ ഇപ്പോൾ ഭവനത്തിനൊന്നും ആവശ്യമില്ല. How it would be when I am saying you don't need a house now? നിങ്ങളോട് ഞാനിപ്പോ പറയുക, നിങ്ങൾക്ക് അങ്ങനെ വീടിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? Here is people telling on the behalf of God, well, I think God can wait for some time. I want to rest and enjoy my house. ഇവിടെ ദൈവത്തിന് വേണ്ടി ആൾക്കാർ പറയുകയാണ്, ദൈവത്തിന് ഇപ്പൊ അങ്ങനെ വീടൊന്നും ആവശ്യമൊന്നുമില്ല, എന്നിട്ട് സ്വന്തം ഭവനങ്ങളിലിരുന്ന് അവർ വിശ്രമിക്കുകയാണ്. While the house is in ruins, God is saying, my people are dwelling in paneled houses. ആ ഭവനം തകർച്ചയിലായിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, എന്റെ ജനം തട്ടിട്ട വീടുകളിൽ സുഖമായിരിക്കുന്നു. God doesn't like his dwelling place to be in ruins, just like you don't like your dwelling place to be in ruins. നിങ്ങളുടെ ഭവനം എപ്രകാരം തകർന്നിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ, അതുപോലെ തന്നെ ദൈവവും തന്റെ ഭവനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നു. God doesn't have a problem with our good houses. ദൈവത്തിന് നമ്മുടെ നല്ല ഭവനങ്ങളെ കുറിച്ച് പ്രശ്നമൊന്നുമില്ല. But he has a problem when his dwelling place is in ruins. എന്നാൽ ദൈവത്തിന്റെ വാസസ്ഥലം തകർന്നിരിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിന് പ്രശ്നമുണ്ട്. Therefore Haggai 1 verse 7 says, consider your ways, go to the mountains, bring wood and build the temple that I may take pleasure in it and be glorified. അതുകൊണ്ട് ഹഗ്ഗായിയുടെ പുസ്തകം 1:7 ഇങ്ങനെ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ, നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന ആലയം പണിവിൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും എന്ന് യഹോവ കൽപ്പിക്കുന്നു. Consider your ways. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു കൊള്ളുവിൻ. Go to the mountain, bring the wood and build my house. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന ആലയം പണിവിൻ. One of the roles that God has for us is to build the house of God. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവഭവനം പണിയുവാനാണ്. And is to build each other. അന്യോന്യം പണിയുവാനാണ്. Hallelujah. Hallelujah. God wants a house. ദൈവത്തിന് ഒരു ഭവനം ആവശ്യമാണ്. Hallelujah. Jesus said, foxes have holes, birds of the air have nests, but the Son of Man has nowhere to lay down his nest, lay down his head. യേശു ക്രിസ്തു ഇങ്ങനെ പറയുകയുണ്ടായി, കുറുനരികൾക്ക് മാളമുണ്ട്. Foxes have holes, birds of the air has nest, പക്ഷികൾക്ക് കൂടുകളുണ്ട്. but the Son of Man has nowhere to lay down his head. എന്നാൽ മനുഷ്യപുത്രനെ തല ചായ്പാനായിട്ട് ഒരു സ്ഥലവുമില്ല. He is looking for a place of rest. താൻ ഒരു വിശ്രമ സ്ഥലത്തിന് വേണ്ടി അന്വേഷിക്കുകയാണ്. Hallelujah. Hallelujah. When a guest comes home and he is tired, what do you say? Take rest, I'll show you the bedroom. ഒരു അതിഥി നമ്മുടെ ഭവനത്തിലേക്ക് വരികയും അദ്ദേഹത്തിന് ക്ഷീണം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നാം എന്താണ് പറയുന്നത്? നിങ്ങൾ വരിക, ഇന്ന മുറിയിൽ വിശ്രമിക്കുക എന്ന് പറയും. Jesus is saying, I am also looking for a place of rest. യേശു ക്രിസ്തു പറയുകയാണ്,
പറയുകയാണ്, ഞാനും ഒരു വിശ്രമ സ്ഥലം അന്വേഷിക്കുന്നു. I'm looking for a house. ഞാൻ ഒരു ഭവനത്തിന് വേണ്ടി അന്വേഷിക്കുന്നു. I'm looking for a house that is beautiful for me. എനിക്ക് മനോഹരമായിരിക്കുന്ന ഒരു ഭവനം ഞാൻ അന്വേഷിക്കുന്നു. Hallelujah. Hallelujah. First thing is you need to have a desire to build the house of God. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ദൈവഭവനം പണിയുവാനായിട്ട് നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാകേണ്ടതുണ്ട്. As I said, David had a desire to build a house. ഞാൻ പറഞ്ഞതുപോലെ ദാവീദിന് ഇപ്രകാരം ഒരു ഭവനം പണിയുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. 2 Samuel 7 verse 2 said, David is saying, I am now dwelling in a house of cedar, but the ark of God dwells inside tent curtains. 2 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശീലയ്ക്കകത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. Hallelujah. Hallelujah. David had a desire to build a house. ദാവീദിന് ഇപ്രകാരം ദൈവത്തിന് വേണ്ടി ഉള്ള ഒരു ഭവനം ഉണ്ടാക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. See, who told him? ആരാകുന്നു അത് ദാവീദിനോട് പറഞ്ഞത്? Until then, we have not heard that. അതുവരെ ഇങ്ങനെ ഒരു ചിന്തയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. It is the Holy Spirit that gave him that desire. അത് പരിശുദ്ധാത്മാവാണ് തനിക്ക് വേണ്ടി അങ്ങനെ ഒരു ആഗ്രഹം നൽകുന്നത്. Hallelujah. Hallelujah. Today God wants us to build a house. ദൈവം ഇന്ന് ഒരു ഭവനം നമ്മിലൂടെ പണിയുവാൻ ആഗ്രഹിക്കുന്നു. Psalm 132, 3-5 is a very important scripture that David has written. സങ്കീർത്തനം 130 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ദാവീദ് എഴുതിയിരിക്കുന്നതായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. 3-5 will read Malayalam. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. Psalm 132, right? 132. യഹോവേ, ദാവീദിനെയും അവന്റെ സകല കഷ്ടതയും ഓർക്കണമേ. അവൻ യഹോവയോട് സത്യം ചെയ്ത് യാക്കോബിന്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. Verse 5, just read verse 5 also. Verse 5, okay, you read. So it says, until I find a place for the Lord, a dwelling place for the mighty one of Jacob, I will not rest. മൂന്നാമത്തെ വാക്യം പറയുന്നത്, ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ വിശ്രമിക്കുകയില്ല. He took a vow, I'm not going to rest until I find a dwelling place for God. താൻ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, അതായത് ദൈവത്തിന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ വിശ്രമിക്കുകയില്ല. That is why he went after the Ark of Covenant. അതുകൊണ്ടാകുന്നു ആ പെട്ടകത്തിന്റെ, യഹോവയുടെ പെട്ടകത്തിന് പുറകെ താൻ പോയത്. Then after the Ark of Covenant, he goes and says, I want to find a permanent place. I cannot rest until I find it. അതിനുശേഷം താൻ ഇപ്രകാരമുള്ള ഒരു നിവാസത്തിന് വേണ്ടി, ഒരു സ്ഥലത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. It was not a one-off emotional thought. അത് ഏതെങ്കിലും ഒരു വൈകാരിക നിമിഷത്തിൽ തോന്നിയ ഒരു കാര്യമല്ല. For years, David had prepared himself to build the house of God. വർഷങ്ങളായിട്ട് ദൈവത്തിന്റെ ഭവനം പണിയുവാൻ തക്കവണ്ണം ദാവീദ് തന്നെത്താൻ ഒരുക്കി. In fact, his son Solomon completed what was in his heart. തന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആഗ്രഹം പൂർത്തിയാക്കിയത് തന്റെ മകനായ ശലോമോനാണ്. One thing is very key if you want to build the house of God. ദൈവത്തിന്റെ ഭവനം നിങ്ങൾക്ക് പണിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ നിർണായകമാണ്. David was a worshipper. ദാവീദ് ആരാധിക്കുന്നവനായിരുന്നു. Only a worshipper can desire to build the house of God. ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവഭവനം ഉണ്ടാക്കണമെന്ന്, നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. Because the house of God is a house of praise and worship. കാരണം ദൈവഭവനം എന്ന് പറയുന്നത് ആരാധനയുടെയും സ്തുതിയുടെയും ഭവനമാണ്. Worshippers do care where God dwells. ദൈവം എവിടെ വസിക്കുന്നു എന്നുള്ളത് ആരാധിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്. Such a worshipper will long to build the house of God. അങ്ങനെ ആരാധിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ ഭവനം നിർമ്മിക്കുവാൻ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. Today I want to ask you, whose house are you? ഞാൻ നിങ്ങളോട് ഇന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആരുടെ ഭവനമാണെന്ന്? Matthew 12 verse 43 to 45. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന് 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, just like God desires you to be his house, there are other forces also that desires you be his house. ദൈവം എങ്ങനെ നിങ്ങൾ ദൈവഭവനമാകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ മറ്റ് ശക്തികളും നിങ്ങൾ അവരുടെ ഭവനമാകണമെന്ന് ആഗ്രഹിക്കുന്നു. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോകുന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട്
തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെ ആകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. The unclean spirit is saying, that's my house. അശുദ്ധാത്മാവ് പറയുകയാണ്, അതെന്റെ ഭവനമാണ്. It is saying so because it has a legal right. എന്തുകൊണ്ടാണ് ആ ആത്മാവ് അങ്ങനെ പറയുന്നത്? അവിടെ നിയമപരമായിട്ടുള്ള ഒരു അവകാശം കൊടുത്തിരിക്കുന്നത് കൊണ്ട്. Have you given legal rights to the enemy? ശത്രുവിന് നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള നിയമപരമായിട്ടുള്ള അവകാശം കൊടുത്തിട്ടുണ്ടോ? Maybe knowingly or unknowingly. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ. Unforgiveness, bitterness, offense are legal rights for the enemy. ക്ഷമിക്കാതിരിക്കുക, അല്ലെങ്കിൽ കയ്പിന്റെ അനുഭവം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇടർച്ചയിലായിരിക്കുക, ഇതെല്ലാം പിശാചിന് അല്ലെങ്കിൽ ശത്രുവിന് നിയമപരമായിട്ടുള്ള അവകാശം കൊടുക്കുന്ന കാര്യങ്ങളാണ്. Any doorway, knowingly or unknowingly, the enemy comes and says, that's my house. ഏതെങ്കിലും ഒരു വാതിൽ അറിഞ്ഞോ അറിയാതെയോ തുറന്നിരിക്കുന്നത് പിശാച് വന്ന് പറയുകയാണ്, അത് എന്റെ ഭവനമാണ്. See, he's saying, very personal, I will return to my house. ഞാൻ എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമെന്നാ പറയുന്നത്. Hallelujah. That's what the enemy is trying to do. But God is saying, that's my house. അതാകുന്നു ശത്രു ശ്രമിക്കുന്നത്. എന്നാൽ ദൈവം പറയുന്നത് അത് യഥാർത്ഥത്തിൽ എന്റെ ഭവനമാണ്. If you have given the enemy any legal right, നിങ്ങൾ ശത്രുവിന് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും അധികാരം കൊടുത്തിരിക്കുന്നുവെങ്കിൽ, I want you to take a time to repent. നിങ്ങൾ അനുതപിക്കുവാനായിട്ട് അല്പം സമയമെടുക്കുക. Every eye closed. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Come here, I just want you to repent for anything, any doorway that you have opened to the enemy. പിശാചിന് മുമ്പാകെ നിങ്ങൾ തുറന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വാതിലുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ അനുതപിച്ചാട്ടെ. Unforgiveness, offense, bitterness are doorways for the enemy. ക്ഷമിക്കാതിരിക്കുക, കയ്പിൻ്റെതായിട്ടുള്ള അനുഭവം, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായിട്ട് നീരസത്തിലോ ഇടർച്ചയിലോ ആയിരിക്കുക എന്നുള്ളതെല്ലാം ശത്രുവിന് അത് വാതിൽ തുറന്നു കൊടുക്കുന്നത് പോലെയാണ്. Some of the sickness are because there is a doorway that you've opened to the enemy. നാം പിശാചിന് അങ്ങനെ വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ചില അസുഖങ്ങൾ ഉള്ളത്. Spirit of infirmity comes in because of a doorway. അപ്രകാരമുള്ള ആ അസുഖത്തിൻ്റെതായിട്ടുള്ള ആത്മാവ് വരുന്നത് അങ്ങനെ വാതിൽ തുറന്നു കൊടുക്കുന്നത് കൊണ്ടാണ്. Take time to repent. നിങ്ങൾ അനുതപിക്കാനായിട്ട് സമയമെടുത്താൽ. Hallelujah. ഹല്ലേലൂയ. Take time to repent. മാനസാന്തരപ്പെടുക. Or repent before God. ദൈവവും ഭാഗം അനുതപിച്ചാൽ. Repentance breaks that legal right. അങ്ങനെ നാം അനുതപിക്കുമ്പോൾ ആ നിയമപരമായിട്ടുള്ള ആ അധികാരം അവിടെ തകർക്കപ്പെടുകയാണ്. Hallelujah. ഹല്ലേലൂയ. Repent. അനുതപിച്ചാൽ. Ribaba shakarabana baltho rabana kabantha radarabani handa rabanthara shol rabanabana shante rabanabana shantha radarantanabi hente. I want every eye closed. Hallelujah. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. I sense the enemy is tormenting somebody in thoughts. ചില വ്യക്തികളെ അവരുടെ ചിന്താമണ്ഡലത്തിൽ ശത്രു തകർക്കാൻ ശ്രമിക്കുന്നതായിട്ട്, ഉപദ്രവിക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. Anything that you are tormented നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ദണ്ഡനം അനുഭവിക്കുന്നു, is because the enemy is trying to speak voices. കാരണം അത് ശത്രു നിങ്ങളോട് അങ്ങനെ സ്വരങ്ങൾ പറയുകയാണ്. I rebuke the tormenting voice. ആ തുരത്തുന്നതായിട്ടുള്ള ദണ്ഡിപ്പിക്കുന്നതായിട്ടുള്ള ശബ്ദത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. Let the person be free right now in Jesus' mighty name. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യപ്പെടട്ടെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. Some of you, the past is haunting you. നിങ്ങളിൽ ചിലരെ ആ കഴിഞ്ഞ കാലം നിങ്ങളെ വല്ലാതെ ഉപദ്രവിക്കും. The past is hurting you deep. നിങ്ങളുടെ ആ കഴിഞ്ഞ കാലം നിങ്ങളെ വളരെ അധികം വേദനിപ്പിക്കുന്നു. I sense the Lord say, I have forgiven you, my daughter. എന്നാൽ കർത്താവ് പറയുകയാണ്, മകളെ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. I have completely forgiven you. ഞാൻ പൂർണ്ണമായും നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. Oh, the enemy is lying to you. ശത്രു നിന്നോട് നുണ പറയുകയാണ്. I rebuke every spirit of lie that is speaking. ഇന്ന് സംസാരിക്കുന്നതായിട്ടുള്ള എല്ലാ നുണയുടെ ആത്മാവിനെയും ഞാൻ ശാസിക്കുന്നു. Every lie. എല്ലാ നുണയും. Hallelujah. ഹല്ലേലൂയ. That you are not beautiful, you are not good enough is a lie of the enemy. നീ പോരാ എന്ന് പറയുന്നതായിട്ടുള്ള ആ വാക്ക് അല്ലെങ്കിൽ ആ വാചകം അത് ശത്രുവിന്റെ നുണയാണ്. Every spirit of condemnation, that voice of condemnation is a lie that the enemy is speaking. കുറ്റം ആരോപിക്കുന്നതായിട്ടുള്ള എല്ലാ സ്വരവും അത് ശത്രുവിൽ നിന്നുള്ള നുണയാണ്. Hallelujah. ഹല്ലേലൂയ. I rebuke that, Father. അതിനെ ഞാൻ ശാസിക്കുന്നു. We take authority. ഞങ്ങൾ അധികാരം എടുക്കുന്നു. Hallelujah. ഹല്ലേലൂയ. I want everybody to put your hands on your head. നിങ്ങളുടെ കൈ നിങ്ങളുടെ തലമേൽ വെച്ചാട്ടെ.
and say, I am the house of God. ഞാൻ ദൈവഭവനമാകുന്നു എന്ന് പറഞ്ഞാട്ടെ. Hallelujah. Hallelujah. Say, I am the house of God. ഞാൻ ദൈവഭവനമാകുന്നു എന്ന് പറഞ്ഞാട്ടെ. Hallelujah. Hallelujah. Jesus യേശു is the Lord of my spirit. എന്റെ ആത്മാവിന്റെ കർത്താവാകുന്നു. He is the Lord of my soul. എന്റെ ദേഹിയുടെ He is the കർത്താവാകുന്നു. Lord of my mind. എന്റെ മനസ്സിന്റെ He കർത്താവാകുന്നു. is the Lord of my will. എന്റെ ഇച്ഛയുടെ കർത്താവാകുന്നു. Every chamber of my spirit, soul, body എന്റെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും അതോടൊപ്പം തന്നെ പ്രാണന്റെയും എല്ലാ അറകളിലും is the Lord. യേശു ക്രിസ്തു He is കർത്താവാകുന്നു. the Lord of my conscious mind. യേശു എന്റെ സുബോധ മനസ്സിന്റെ കർത്താവാകുന്നു. He is the Lord of my subconscious mind. എന്റെ ഉപബോധ മനസ്സിന്റെയും കർത്താവാകുന്നു. He is the Lord of my whole mind. യേശു ക്രിസ്തു എന്റെ പൂർണ്ണമായിട്ടുള്ള മനസ്സിന്റെ കർത്താവാകുന്നു. He is the Lord of my whole personality. എന്റെ മുഴുവൻ വ്യക്തിത്വത്തിന്റെയും കർത്താവ് യേശുവാകുന്നു. This is the Lord's house. ഇത് ദൈവഭവനമാകുന്നു. Hallelujah. Hallelujah. Every demonic spirit that is in me, I rebuke that in Jesus' name. എന്റെ അകത്തുള്ള എല്ലാ പൈശാചിക ആത്മാക്കളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. Hallelujah. 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 You need to speak this prayer over you every day. Hallelujah. ഓരോ ദിവസവും നിങ്ങൾ ഇത് നിങ്ങളുടെ മേൽ പ്രഖ്യാപിക്കണം. Because the enemy comes and speaks to you in thoughts. കാരണം പിശാച് വന്ന് ഇടപെടുന്നത്, ശത്രു വന്ന് ഇടപെടുന്നത് ചിന്താമണ്ഡലത്തിലാണ്. And every time you need to declare, the Lord is the Lord of my mind. Hallelujah. നിങ്ങൾ ഓരോ തവണയും അത് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. അതായത് യേശുവാകുന്നു എന്റെ മനസ്സിന്റെ കർത്താവ്. That evil spirit came because that house was empty. ആ അശുദ്ധാത്മാവ് വന്നത് അത് ആ ഭവനം അത് ശൂന്യമായിരുന്നത് കൊണ്ടാണ്. Don't keep it empty. നിങ്ങളുടെ ഭവനം ശൂന്യമായി വെക്കരുത്. Oh, fill it with the word of God. അത് ദൈവഭവനത്താൽ നിറയ്ക്കുക. Be filled in the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. And when you are filled in the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ the enemy cannot come in. ശത്രുവിന് അവിടെ വരുവാൻ കഴിയുകയില്ല. Hallelujah. Hallelujah. You know, I believe when you pray and worship and declare the presence and declare God. ഞാൻ വിശ്വസിക്കുന്നു നാം പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവവചനത്തെ പ്രസ്താവിക്കുകയും ചെയ്യുമ്പോൾ Lot of such evil spirits will go as it is. അങ്ങനെയുള്ള ഒരുപാട് അശുദ്ധാത്മാക്കൾ അങ്ങനെ തന്നെ അങ്ങ് പോകും. You may not feel it. നിങ്ങൾ ഒരുപക്ഷെ അത് അറിയ പോലുമില്ല. But when you carry the lifestyle, എന്നാൽ നിങ്ങൾ ആ ജീവിത ശൈലി തന്നെ തുടരുമ്പോൾ the enemy cannot keep in pace with that. The enemy does not like that lifestyle. പിശാചിന് അങ്ങനെയുള്ള ജീവിതശൈലി ഇഷ്ടമല്ല. And therefore the enemy has to leave. അതുകൊണ്ട് ആ ശത്രുവിന് അല്ലെങ്കിൽ പിശാചിന് അവിടുന്ന് പോയേ മതിയാകും. Hallelujah. 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 Say, I am a house of God. പറഞ്ഞാട്ടെ ഞാൻ ദൈവഭവനമാകുന്നു. Can you really believe that God dwells inside this house? നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ അത് ദൈവം ഈ ഭവനത്തിന്റെ അകത്ത് വസിക്കുന്നു എന്നുള്ളത്? You may look into the mirror and say, Lord, I am not beautiful. നിങ്ങൾ ഒരുപക്ഷെ കണ്ണാടിയിൽ നോക്കി പറയുന്നുണ്ടാകാം, കർത്താവേ ഞാൻ അങ്ങനെ സുന്ദരനോ സുന്ദരിയോ ഒന്നുമല്ല. You know, I am not good, Lord. കർത്താവേ എന്നെ കാണാനൊന്നും മിടുക്കനൊന്നും അല്ല. I am not talented, Lord. എനിക്ക് അങ്ങനെ വലിയ കഴിവുകളൊന്നുമില്ല. But God is saying from heaven, that's my house. എന്നാൽ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നീ എന്റെ ഭവനമാണ്. Hallelujah. Hallelujah. That's my house. അത് എന്റെ ഭവനമാണ്. He is declaring it, that's my house. ദൈവം പ്രഖ്യാപിക്കുകയാണ് അതെന്റെ ഭവനമാണ്. Therefore say confidently, I am the house of God. അതുകൊണ്ട് ഉറപ്പോടുകൂടെ പറയുക ഞാൻ ദൈവഭവനമാണ്. You know, when we drive around, when we go to a beautiful house, we say, you know, sometimes we say that's a good house. നാം ഒരുപക്ഷെ വണ്ടി ഓടിച്ചെല്ലാം പോകുമ്പോഴത്തേക്കും നല്ലൊരു ഭവനം കാണുമ്പോൾ നാം പറയും അത് മനോഹരമായിട്ടുള്ള ഭവനമാണല്ലോ. And we take a look at that house. നാം അങ്ങനെ ആ ഭവനത്തെ നോക്കുന്നു. And from heaven God is also looking, and when God looks at you, God is saying that's my house. സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം നോക്കുമ്പോഴും ദൈവം നമ്മെക്കുറിച്ച് പറയുകയാണ് ഇത് നല്ലൊരു ഭവനമാണല്ലോ. Created in my likeness and image. എന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിച്ചിരിക്കുന്ന ഭവനം. But we may not like ourselves. എന്നാൽ ഒരുപക്ഷെ നമുക്ക് നമ്മളെ ഇഷ്ടമല്ലായിരിക്കാം. But God does not say God doesn't like us. എന്നാൽ ദൈവം പറയുന്നില്ല ദൈവത്തിന് നമ്മെ ഇഷ്ടമല്ല എന്നുള്ളത്. God likes his house. ദൈവം നമ്മുടെ അല്ലെങ്കിൽ തന്റെ ഭവനത്തെ ഇഷ്ടപ്പെടും. Hallelujah. Hallelujah. There should be a zeal for the house of God. ദൈവഭവനത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു എരിവുള്ളവരായിരിക്കും. Jesus had a zeal for the house of God. യേശുവിന് ദൈവഭവനത്തെ സംബന്ധിച്ച് ഒരു എരിവുണ്ടായിരുന്നു. The Bible says the zeal for your house has eaten me. തിരുവചനം പറയുന്നത് ദൈവത്തെ തന്റെ ഭവനത്തെ കുറിച്ചുള്ള ആ എരിവ് തന്നെ പൂർണ്ണമായും തീർത്തിരിക്കുന്നു അല്ലെങ്കിൽ എടുത്തിരിക്കുന്നു എന്നുള്ളത്. John 2:13-17, because of lack of time I'm not going there. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് സമയക്കുറവ് കൊണ്ട് ഞാൻ പോകുന്നില്ല. You have made my father's house a house of merchandise. But then his disciples remembered what was written,
the zeal for your house has eaten me. എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. Just like David would do anything for the house, Jesus would do anything for the house of God. ദൈവഭവനത്തിന് വേണ്ടി ദാവീദ് എന്ത് വെച്ച് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിരുന്നു, അതുപോലെ തന്നെ യേശുവും അങ്ങനെയായിരുന്നു. He had a zeal. യേശുവിന് അങ്ങനെ ഒരു എരിവുണ്ടായി. In the time of Haggai, the people had a zeal for worldly comforts. ഹഗായിയുടെ സമയത്ത് ജനത്തിന് ലോകപരമായിട്ടുള്ള സുഖങ്ങളെ സംബന്ധിച്ച ഒരു വലിയ എരിവുണ്ടായിരുന്നു. For Jesus, the zeal for the house of God consumed him. എന്നാൽ യേശുവിനെ സംബന്ധിച്ച ആ ദൈവഭവനത്തെ കുറിച്ചുള്ള എരിവ് തന്നെ തിന്നു കളഞ്ഞു എന്ന് പറയുക. What was the zeal? He was passionate about cleansing and restoring the Father's house. എന്താണ് യേശുവിന് ആ എരിവ് എന്ന് പറയുമ്പോൾ ഉള്ളത്? യേശുക്രിസ്തുവിന് ആ ദൈവഭവനത്തെ ശുദ്ധീകരിക്കുവാനും അതിനെ യഥാസ്ഥാനപ്പെടുത്തുവാനുമായിട്ടുള്ള വലിയ ഒരു ആവേശം. Hallelujah. 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 Glory to God. Nations will come to the house of God. രാജ്യങ്ങൾ ദൈവഭവനത്തിലേക്ക് കടന്നു വരും. Isaiah 2 verse 1 to 3. യെശയ്യാവിന്റേതായിട്ടുള്ള പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ I believe this is a prophetic scripture for the church. ഞാൻ വിശ്വസിക്കുന്നു ഇത് സഭയ്ക്ക് മേലുള്ള പ്രവചന ശബ്ദമാണ്. Let's read that. അത് നമുക്ക് വായിക്കാം. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദയെയും യെരുശലേമിനും പറ്റി ദർശിച്ച വചനം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറിച്ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. The whole world is looking for the manifestation of the house of God. ദൈവ ഭവനത്തിൽ നിന്നുള്ള ആ വലിയ ഒരു വെളിപ്പാടിന് വേണ്ടി സകല രാജ്യങ്ങളും നോക്കി നിൽക്കുകയാണ്. And you are the house of God. നിങ്ങളാകുന്നു ദൈവത്തിന്റെ ഭവനം. The house of God becomes a beacon, a place of teaching, according to this, a place of justice and salvation. തിരുവചനത്തിൻ്റെതായിട്ടുള്ള അടിസ്ഥാനത്തിൽ നാം കാണുന്നത് ദൈവഭവനം എന്ന് പറയുന്നത് വലിയ ഒരു പ്രകാശത്തിന്റെ സ്ഥലവും ഉപദേശത്തിന്റെ സ്ഥലവും ന്യായത്തിന്റെ സ്ഥലവുമായി മാറും. Nations will come to the house of the Lord. രാജ്യങ്ങൾ ദൈവഭവനത്തിലേക്ക് കടന്നു വരും. Hallelujah. Hallelujah. I believe that this place as a church, the Lord will use this as a house of God. ഞാൻ വിശ്വസിക്കുന്നു ദൈവഭവനമായി ദൈവം ഈ സ്ഥലത്തെ സഭയെ ഉപയോഗിക്കുമെന്നുള്ളത്. The other day I was meeting the pastors in the city. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പട്ടണത്തിലെ പാസ്റ്റർമാരെ കാണുകയായിരുന്നു. And they were saying, a couple of months back we had a whole city prayer. അല്പ മാസങ്ങൾക്ക് മുമ്പാകെ ഈ പട്ടണത്തിലെ എല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ചുള്ള ഒരു പ്രാർത്ഥനാ സമയം ഉണ്ടായിരുന്നു. And they asked me, can we have it every once in 2 months or 3 months? അവരെന്നോട് ചോദിക്കുകയായിരുന്നു, നമുക്ക് 2-3 മാസം കൂടുമ്പോൾ ഒരിക്കൽ നമുക്കിത് വീണ്ടും ചെയ്യാമോ? And we believe that you guys have called for that. ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ അതിനുവേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. Hallelujah. 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 I said surely we can open the church. ഞാൻ പറഞ്ഞു നിശ്ചയമായും നമ്മുടെ സഭ ഞങ്ങൾക്ക് അതിനുവേണ്ടി തുറക്കാൻ താല്പര്യമാണ്. In another occasion one of them told me, മറ്റൊരു സമയത്ത് ഒരു വ്യക്തി we പറയുകയായിരുന്നു, are all waiting for that building to complete so that we can also hold our meetings there. അപ്പോൾ അവർ പറയുകയാണ്, ഈ വരുവാനുള്ള കെട്ടിടം അത് പൂർത്തിയാകുവാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ഞങ്ങളുടെ മീറ്റിങ്ങുകളും അവിടെ നടത്താൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. Hallelujah. Hallelujah. It's not just that building, it is all of us rising up. ആ കെട്ടിടത്തെ കുറിച്ചല്ല, എന്നാൽ നാം ഓരോരുത്തരും എഴുന്നേൽക്കുന്നതിനെ കുറിച്ചാണ്. It is because we all have risen. God is helping all of us to rise up. God is saying, I will bring the nations here. നമ്മെ ഓരോരുത്തരെയും എഴുന്നേൽക്കുവാൻ ദൈവം സഹായിക്കുന്നത് കൊണ്ടാകും ദൈവം പറയുന്നത്, ഞാൻ രാജ്യങ്ങളെ കൊണ്ടുവരും. This scripture was prophesied when we started the revival nights. ഈ റിവൈവൽ നൈറ്റ് നാം ആരംഭിക്കുമ്പോൾ ഈ വചനം പ്രഖ്യാപിക്കപ്പെട്ടതാണ്. Hallelujah. Hallelujah. Do you know that this scripture was also prophesied by prophet Amos in the Bible? പ്രവാചകനായിട്ടുള്ള ആമോസ് തിരുവചനത്തിൽ ഇതേ വാക്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. Because of the lack of time, I'm not going there. Line by line, word by word, same prophet in another land is declaring this. അതേ വരികൾ അതേ വാക്കുകൾ തന്നെ, സമയക്കുറവ് കൊണ്ട് ഞാൻ പോകുന്നില്ല, മറ്റൊരു പ്രവാചകൻ ഇത് അതേ രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. Hallelujah. Hallelujah. Let's declare that. നമുക്ക് അത് പ്രഖ്യാപിക്കാം. Hallelujah. 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 Father, we will teach your ways. പിതാവേ, അങ്ങയുടെ വഴികളെ ഞങ്ങൾ പഠിപ്പിക്കും. From here will go forth justice and the law of the God. കർത്താവേ, ഇവിടെ നിന്ന് ദൈവത്തിന്റെ ന്യായവും കരുണയും പുറപ്പെടും. Let us host the presence of God. നമുക്ക് ദൈവ സാന്നിധ്യത്തെ നമുക്ക് വഹിക്കാം. Let this be a vicinity of learning. കർത്താവേ, ഇത് വലിയ പഠനത്തിൻ്റെതായിട്ടുള്ള സ്ഥലമായി മാറട്ടെ. Let this be a place of the vicinity of the prophetic, of the signs and wonders of God. കർത്താവേ,
അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പ്രവചനത്തിന്റെയും ഉള്ള വലിയ സാന്നിധ്യമുള്ള സ്ഥലമായി മാറട്ടെ. A place of teaching God's word. ദൈവവചനം പഠിപ്പിക്കുന്ന സ്ഥലം. Let us all be filled with the Holy Ghost. ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. Hallelujah. Hallelujah. Let it be a place where, Father, people will rise up in the fivefold ministries. അഞ്ചുവിധ ശുശ്രൂഷയിൽ വ്യക്തികൾ എഴുന്നേൽക്കുന്ന സ്ഥലമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. From here to the nations of the world. കർത്താവേ, ഇവിടെ നിന്ന് ലോക രാഷ്ട്രങ്ങളിലേക്ക്. Thank you, Lord, in Jesus' name. നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. Praise God. ദൈവത്തിന്റെ God's house is built of living stones. ദൈവത്തിന്റെ ഭവനം എന്ന് പറയുന്നത് ജീവനുള്ള കല്ലുകൾ കൊണ്ടാകുന്നു പണിയപ്പെടുന്നത്. Hallelujah. Hallelujah. 1 Peter verse 2 verse 4 to 6. 1 പത്രോസിന്റെ 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മിക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മിക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. It is not by marble or wood or great flooring that God builds the house. ദൈവം തന്റെ ഭവനം പണിയുന്നത് മാർബിൾ കൊണ്ടോ അല്ലെങ്കിൽ തടി കൊണ്ടോ അല്ലെങ്കിൽ മികച്ചതായിട്ടുള്ള നിലം കൊണ്ടോ അല്ല. It is by you and I, and God says that is living stones. ഞാനും നിങ്ങളും ചേർന്നാണ് ദൈവം പറയുന്നത് ജീവനുള്ള കല്ലെന്നാണ് പറയുന്നത്. Hallelujah. Hallelujah. Like a stone that made Goliath fall down. ഒരു ഗോലിയാത്തിനെ തകർക്കുവാൻ കഴിയുന്ന കല്ല് പോലെ. Even the smallest stone was able to defeat the Goliath. ആ ഗോലിയാത്തിനെ തകർക്കുവാൻ ആ ചെറിയ കല്ലിന് കഴിഞ്ഞു. You know, David did not use a big rock. ദാവീദ് ഗോലിയാത്തിനെ തകർക്കുവാൻ ഉപയോഗിച്ചത് വലിയൊരു പാറക്കഷ്ണമൊന്നുമല്ല. It was a pebble. എന്നാൽ അതൊരു ഉരുളൻ കല്ലായിരുന്നു. Hallelujah. Hallelujah. So you are that living stone. അതുകൊണ്ട് നിങ്ങൾ ജീവനുള്ള കല്ലാകുന്നു. To fight the enemy. പിശാചിനെ അല്ലെങ്കിൽ ശത്രുവിനെ തകർക്കുവാൻ. To fight the enemy in your home. ശത്രുവിനെ നിങ്ങളുടെ ഭവനത്തിൽ തകർത്ത് ജയിക്കുവാൻ. To fight the enemy in your workplace. നിങ്ങളുടെ ജോലി മണ്ഡലത്തിലുള്ള ശത്രുവിനെ തകർക്കുവാനായിട്ട്. Hallelujah. 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 You know, Jesus said, if I am driving out demons, if I am driving out the evil spirits, then surely the kingdom of God has come. യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവരാജ്യം മുന്നേറുന്നു. Hallelujah. 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 You need to fight the enemy in your home. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലുള്ള ആ പിശാചാകുന്ന ശത്രുവിനെ നിങ്ങൾ ജയിക്കണം. You need to fight the enemy in your workplace. നിങ്ങളുടെ ജോലി മണ്ഡലത്തിലായിരിക്കുന്ന പിശാചാകുന്ന ശത്രുവിനെ നിങ്ങൾ പോരാടേണ്ടതുണ്ട്. You need to fight the enemy that is in your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള പിശാചാകുന്ന ശത്രുവിനെ നിങ്ങൾ ജയിക്കേണ്ടതുണ്ട്. Hallelujah. Hallelujah. You're that living stone that can fall down, that can fall even a Goliath. നിങ്ങൾ ജീവനുള്ള കല്ലാകുന്നു. ആ കല്ലുകൊണ്ട് നിങ്ങൾക്ക് ഗോലിയാത്തിനെ ജയിക്കുവാൻ കഴിയും. You're not a dead stone. നിങ്ങൾ മരിച്ചിരിക്കുന്ന കല്ലല്ല. You're a living stone. നിങ്ങൾ ജീവനുള്ള കല്ലാണ്. Hallelujah. Hallelujah. The chief cornerstone is Jesus. മൂലക്കല്ല് എന്ന് പറയുന്നത് യേശുവാണ്. But you are that living stone. എന്നാൽ നിങ്ങൾ ജീവനുള്ള കല്ലാണ്. Hallelujah. Hallelujah. You know, Jesus is the main place in the house of God. ദൈവഭവനത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സ്ഥാനം യേശുവിനാണ്. Without him, that foundation is not there. യേശു ഇല്ലാതെ ആ അടിസ്ഥാനമില്ല. But it's not just the foundation makes a house. എന്നാൽ ആ അടിസ്ഥാനമല്ല ആ ഭവനത്തെ ഉണ്ടാക്കുന്നത്. It's all of other stones put together. മറ്റ് ഓരോ കല്ലുകളും കൂടെ വൃത്തിയായി ചേർത്ത് വെക്കുമ്പോഴാണ്. Therefore you have a place in the house of God. അതുകൊണ്ട് ദൈവഭവനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനമുണ്ട്. Say that I have a place in my father's house. പറഞ്ഞാട്ടെ, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ട്. Hallelujah. Hallelujah. If you read the story of the prodigal son and the loving father, അപ്പോൾ സ്നേഹമുള്ള പിതാവാകുന്ന ആ ഉപമ നിങ്ങൾ വായിക്കുമെങ്കിൽ, you know, one thing was very clear in that. ആ കാര്യത്തിൽ ആ കഥയിലെ ഉപമയിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. And the younger son says, "Sir, give me my share." ഇളയ പുത്രൻ പറയുകയാണ്, എൻ്റെ ഓഹരി എനിക്ക് നൽകാം എന്ന് പറയുമ്പോൾ, And he said, "Sir." സാർ എന്നാണ് വിളിക്കുന്നത്. I don't know what is written in the Malayalam Bible. മലയാളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് അറിയുകയില്ല. But then he took his share and he went. എന്നാൽ തന്റെ ഓഹരി എടുത്തുകൊണ്ട് താൻ പോയി. He didn't know who this person was. He didn't have a deep relationship. തനിക്ക് ഈ വ്യക്തിയുമായിട്ട് ആഴത്തിലുള്ള ഒരു വ്യക്തിബന്ധമില്ല. Which of you call your father sir? നിങ്ങളിൽ ആരാ നിങ്ങളുടെ പിതാവിനെ സാർ എന്ന് വിളിക്കുന്നത്? Or mother, madam?
അല്ലെങ്കിൽ അമ്മയെ മാഡം എന്ന് വിളിക്കുന്നു. Hallelujah. This person said, now because of lack of time, I'm not going there. സമയക്കുറവുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. Go home and read it. നിങ്ങൾ ഭവനത്തിൽ പോയി വായിച്ചാട്ടെ. And then he went to a far off country. അതിനുശേഷം താൻ ദൂരദേശത്തേക്ക് പോയി തിരുവചനം And he പറഞ്ഞു. began to eat the pig's food. അതിനുശേഷം പന്നിക്കുള്ള ഭക്ഷണം താൻ കഴിക്കുകയാണ്. Pig in the Old Testament signifies demonic. It was signifying unclean. എന്നാൽ പന്നി എന്ന് പറയുന്നത് പഴയ ഉടമ്പടിയിൽ അശുദ്ധമായിട്ടുള്ളതിനെ കാണിക്കുകയാണ്. And it is synonymous with that he was dealing with the demonic. താൻ അതോടൊപ്പം തന്നെ പൈശാചികമായിട്ടുള്ള കാര്യങ്ങളുമായി ഇടപെടുകയാണ് എന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ട് അതിനെ കാണിക്കുന്നു. Suddenly it came to his senses. My father's house. പെട്ടെന്ന് താൻ സുബോധത്തിൽ വരുന്നു എന്ന് തിരുവചനം പറയുകയാണ്. എന്റെ പിതാവിന്റെ ഭവനത്തെ കുറിച്ച് ഓർത്തു. He decided to go back to his father's house. തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകുവാൻ താൻ തീരുമാനിച്ചു. Hallelujah. 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 Our father's house is better than the pit of pigs. എത്രമാത്രം ആ പിതാവിന്റെ ഭവനം ആ ഒരു പന്നിക്കുഴിയേക്കാൾ മേൽത്തരമാണ് എന്ന് താൻ ചിന്തിക്കുകയാണ്. I want to tell there is only two houses. ഞാൻ നിങ്ങളോട് പറയട്ടെ, രണ്ട് ഭവനങ്ങളേ ഉള്ളൂ. Either father's house ഒന്നെങ്കിൽ പിതാവിന്റെ ഭവനം or pit of pigs. ഇല്ലെങ്കിൽ ആ കുഴിയിൽ പന്നികൾ നിറഞ്ഞ ആ കുഴി. There is no middle ground. വേറെ അതിന്റെ ഇടയ്ക്കുള്ള ഭവനമില്ല. There is no purgatory such middle grounds. അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം അങ്ങനെയുള്ള ഇടയ്ക്കുള്ള സ്ഥലങ്ങളൊന്നുമില്ല. Hallelujah. Hallelujah. Either pit of pigs ഒന്നെങ്കിൽ പന്നികളുള്ള കുഴി or house of God അല്ലെങ്കിൽ ദൈവഭവനം or house of father. അല്ലെങ്കിൽ പിതാവിൻ്റെതായിട്ടുള്ള ആ ഭവനം. Which house are you in? നിങ്ങൾ ഏത് ഭവനത്തിലാണ്? Whose house are you? നിങ്ങൾ ആരുടെ ഭവനമാകുന്നു? God's house is built of living stones. ദൈവത്തിന്റെ ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ജീവനുള്ള കല്ലുകൾ കൊണ്ടാണ്. Hallelujah. Hallelujah. Thank you, Father. നന്ദി പിതാവേ. Hallelujah. Hallelujah. I want to say the word of God strengthens the house of God. ദൈവത്തിന്റെ വചനം ദൈവഭവനത്തെ ബലപ്പെടുത്തുന്നു. I'll take part 2 of this message couple of weeks from now. അല്പ ആഴ്ചകൾക്ക് ശേഷം ഞാൻ ഇതിന്റെ രണ്ടാം ഭാഗം എടുക്കാം. 1 Kings 6 verse 7. ഒന്ന് രാജാക്കന്മാർ 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ, The temple when it was being built was built with stone finished at the quarry, so that no hammer or chisel or any iron tool was heard in the temple while it was being built. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. We saw that we are living stones. നാം ജീവനുള്ള കല്ലുകളാണെന്നുള്ളത് നാം കണ്ടു. But the stone was finished at the quarry. എന്നാൽ ആ കല്ല് അത് തീർത്തത് അതങ്ങനെ വെട്ടുകുഴിയിൽ വെച്ചല്ല. It was shaped outside and perfected outside. എന്നാൽ അതിനെ തികവിലേക്ക് കൊണ്ടുവന്നത്, അതിനെ രൂപകൽപ്പന ചെയ്തത് പുറത്താണ്. Before being quietly placed into the temple. അത് വളരെ സമാധാനത്തോടുകൂടെ നിശബ്ദമായ ആലയത്തിൽ വെക്കുന്നതിന് മുമ്പാണ്. The Bible is saying the noise, the chiseling, the hammering all happened at the quarry. തിരുവചനം പറയുകയാണ്, അത് ആ സംഭവിച്ചത് അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം അത് വെട്ടുകുഴിയിൽ തന്നെ നടന്നു. It was not publicly. അത് ഒരിക്കലും അത് പരസ്യമായിട്ടല്ല. God's word is the tool that shapes us to be a stone in the house of God. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയത്തിൽ ഭവനത്തിൽ കല്ലായിരിക്കാൻ നമ്മെ ബലപ്പെടുത്തുന്ന രൂപപ്പെടുത്തുന്ന കാര്യമാണ്. It cuts, chisels and prepares us to be perfectly fit into the house of God. അത് നമ്മെ രാഗി മിനുക്കി അത് ദൈവത്തിൻ്റെതായിട്ടുള്ള ഭവനത്തിൽ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റുന്നു. Sometimes heavy blows comes upon that. ചില സമയത്ത് ശക്തമായിട്ടുള്ള അടികൾ വരുന്നു. It's God's word at work. അത് ദൈവത്തിൻ്റെതായിട്ടുള്ള വചനം അത് വേലയിലായിരിക്കുന്നതാണ്. Do you have hard issues that you never seem to find a breakthrough? നിങ്ങൾ ഒരിക്കലും ഒരു ബ്രേക്ക് ത്രൂ ലഭിക്കാത്തതായിട്ടുള്ള ഭാരപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? You need a fire and a hammer to break that. നിങ്ങൾക്ക് അതിനെ ജയിക്കുവാനായിട്ട് ഒരു പക്ഷേ ഒരു വലിയ തീയും അല്ലെങ്കിൽ വലിയൊരു ചുറ്റികയും ആവശ്യമായിരിക്കും. Listen to me carefully. Let's read Jeremiah 23:29. ഇരമ്യാവിന്റെ പുസ്തകം 23:29 നമുക്ക് വായിക്കാം. It says, my word is like fire. Is not my word like fire, says the Lord, like a hammer that breaks the rock in pieces. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. Fire purifies. അഗ്നി എന്ന് പറയുന്നത് അത് ശുദ്ധീകരിക്കുന്നു. Hammer breaks what is hard. എന്നാൽ
ബലമുള്ളതിനെ അല്ലെങ്കിൽ കടുത്തതിനെ തകർക്കുന്നതാകുന്നു ചുറ്റിക. Many of us carry hard issues, habits that won't break, attitudes, wounds that won't heal. Hallelujah. There's a hammer of God's word. നമ്മിൽ പലരും മാറ്റുവാൻ കഴിയാത്ത സ്വഭാവങ്ങൾ, ഇതുവരെ സൗഖ്യം ലഭിക്കാത്തതായിട്ടുള്ള മുറിവുകളെല്ലാം കൊണ്ടു നടക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ചുറ്റിക, ദൈവവചനമാകുന്ന ചുറ്റിക നമ്മെ അതിൽ The സഹായിക്കും. word of God can break the hardest rock, burn the deepest impurity. ദൈവത്തിൻ്റെതായിട്ടുള്ള ആ വചനം എന്ന് പറയുന്നത് എത്രമാത്രം അശുദ്ധമായിരിക്കുന്ന, എത്രമാത്രം കട്ടിയുള്ള ഘനമുള്ള പാറയാണെങ്കിലും ശരി, അതിനെ തകർക്കുവാൻ കഴിയും. No matter what is your problem, the word of God is a fire. This can break what the things in your life. നിങ്ങളുടെ പ്രശ്നം എത്രമാത്രം വലുതാണെങ്കിലും ശരി, ദൈവവചനത്തിന് അതിനെ ജയിക്കുവാനായിട്ട് കഴിയും, അതിനെ തകർക്കുവാൻ The കഴിയും. strongest demonic host cannot stand up against you. എത്രമാത്രം ശക്തിയുള്ളതായിട്ടുള്ള പൈശാചിക മണ്ഡലമാണെങ്കിലും ശരി, ദൈവവചനത്തിന് മുമ്പിൽ അതിന് നിൽക്കുവാൻ കഴിയുകയില്ല. You know, in the demonic there are ranks. പൈശാചിക മണ്ഡലത്തിൽ വ്യത്യസ്തമായിട്ടുള്ള തട്ടുകളുണ്ട്. Hallelujah. Even Satan, if he comes up against you and you would use the word of God, is enough to defeat the enemy. സാത്താൻ വന്നാൽ പോലും തിരുവചനം ഉപയോഗിക്കുവാൻ കഴിയുമെങ്കിൽ സാത്താൻ അതിനെ ജയിക്കുവാൻ കഴിയുകയില്ല. The strongest of the demonic cannot actually defeat the weakest in God's kingdom. ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവനെ പോലും പിശാചിന്റെ രാജ്യത്തിലെ ഏറ്റവും വലിയവനെ തകർക്കുവാൻ കഴിയുകയില്ല. That much strong you are in Christ Jesus. അത്രമാത്രം നിങ്ങൾ യേശുക്രിസ്തുവിൽ ബലവാനാണ്. Hallelujah. 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 Christ in us is a hope of glory. നമ്മുടെ അകത്തുള്ള യേശുക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയാകുന്നു. We are in Christ, Christ in us. നാം ക്രിസ്തുവിലാകുന്നു, ക്രിസ്തു നമ്മിലുണ്ട്. Hallelujah. Hallelujah. We are an unstoppable force. നാം തകർക്കുവാൻ അല്ലെങ്കിൽ നിർത്തുവാൻ കഴിയാത്തൊരു വലിയ സൈന്യമാണ്. The power of God's word can defeat the hardest issues you are facing. ദൈവത്തിൻ്റെതായിട്ടുള്ള വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളെ Oh, ജയിക്കുവാൻ the കഴിയും. power of God's word created the worlds. ദൈവത്തിൻ്റെതായിട്ടുള്ള വചനത്തിന്റെ ശക്തിയാണ് ലോകത്തെ സൃഷ്ടിച്ചത് തന്നെ. You know, in the Bible says, in the beginning God created the heavens and the earth. തിരുവചനം പറയുന്നത് ആദ്യത്തെ വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. Hallelujah. Hallelujah. The heavens and the earth. ആകാശവും ഭൂമിയും. Hallelujah. The heavens, സ്വർഗ്ഗങ്ങൾ. Hallelujah. He created it. അപ്പോൾ സ്വർഗ്ഗങ്ങൾ എന്നാണ് പറയുന്നത്. Hallelujah. So God's creation was not just what earth, the billions and the billions of galaxies he created. അതോടൊപ്പം തന്നെ അതായത് ദൈവം അങ്ങനെ ആകാശവും ഭൂമിയും മാത്രമല്ല, എന്നാൽ ലക്ഷക്കണക്കിനുള്ള കോടാനുകോടി താരാപഥങ്ങളെയും കൂടെ ദൈവം ഉണ്ടാക്കി. Hallelujah. Isn't that God word is able to do that something small into your life? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള ഈ കാര്യങ്ങളെ ചെയ്യാൻ കഴിയുകയില്ലയോ? Say it's more than enough. പറഞ്ഞാട്ടെ, അത് തീർച്ചയായും മതിയാകുന്നത്. It's more than enough. നിശ്ചയമായും മതിയാകും. Hallelujah. Hallelujah. Let's rise up. Hallelujah. നമുക്ക് എഴുന്നേൽക്കാം. Hallelujah. Thank you, Hallelujah. Jesus. നന്ദി കർത്താവേ. Lord, send your word, Father. കർത്താവേ, അങ്ങയുടെ വചനത്തെ അയക്കണമേ. Hallelujah. ഹല്ലേലൂയ. Today I want every eye closed for a minute. എല്ലാ കണ്ണുകളും ഒരു മിനിറ്റിലേക്ക് അടഞ്ഞിരിക്കട്ടെ. If you have not received Jesus into your life യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല, as your Lord and Master, നിങ്ങളുടെ കർത്താവും യജമാനനുമായി, don't assume have you received Jesus into your life. നിങ്ങൾ അങ്ങനെ ഉണ്ടാകുമെന്ന് വെറുതെ അനുമാനിക്കാതെ നിങ്ങൾ യഥാർത്ഥത്തിൽ അത് ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ. I'm not asking whether you have a Christian name, Christian home you are born into. നിങ്ങൾ ഒരു ക്രിസ്തീയ നാമമുള്ള ആളാണോ, അല്ലെങ്കിൽ ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ച ആളാണോ, ക്രിസ്തീയ കുടുംബത്തിലേക്ക് ജനിച്ച ആളാണോ എന്നല്ല ചോദിക്കുന്നത്. Have you specifically received Jesus into your life knowing that you are a sinner, that you need a savior and you want to make him your master? നിങ്ങൾ വളരെ വ്യക്തമായി ഞാനൊരു പാപിയാണ്, എനിക്ക് രക്ഷ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടോ? If you have not done that, നിങ്ങൾ അത് ചെയ്തിട്ടില്ല എങ്കിൽ every eye closed, I want you to just raise your hand. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ തന്നെ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർന്നിരിക്കും. There is no compulsion because God won't force anybody. അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല, കാരണം ദൈവം ആരെയും നിർബന്ധിക്കുകയില്ല. But if you want to receive him, എന്നാൽ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, the greatest of all time, എല്ലാ സമയത്തെയും ഏറ്റവും മഹാനായ ദൈവം, hallelujah, ഹല്ലേലൂയ, he's the greatest, ദൈവമാകുന്നു ഏറ്റവും മഹാൻ, it is the humblest. അതോടൊപ്പം തന്നെ ഏറ്റവും താഴ്മയുള്ള ദൈവം. You want to receive him into your life, നിങ്ങൾ ആ ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടോ? just raise your hand, we'll pray with you. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം.
But if you want to rededicate your life എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വീണ്ടും സമർപ്പിക്കാൻ and ആഗ്രഹിക്കുന്നു, say that I want to be a house of God. എനിക്ക് ദൈവഭവനമാകണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. I don't know everything, എനിക്ക് എല്ലാം അറിയുകയില്ല, but I want to be a house of God. എന്നാൽ എനിക്ക് ദൈവഭവനമാകണം. I want to be His presence. എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യമാകണം. Every eye closed. I want you to just raise your hand. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയാണ്. Hallelujah. ഹല്ലേലൂയ. Lord, let your presence fill us, Father. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ നിറയ്ക്കട്ടെ. Let us be a house that goes after you. കർത്താവേ, അങ്ങേക്ക് പുറകെ വരുന്നതായിട്ടുള്ള ഒരു ഭവനമാകട്ടെ ഞങ്ങൾ. We may not be a house that has everything, കർത്താവേ, എല്ലാമുള്ള ഭവനമാകയില്ല ഞങ്ങൾ. but we want to be the house that has the most important, that is you. എന്നാൽ ആ ഭവനത്തിലെ ഏറ്റവും പ്രാധാന്യം അങ്ങേക്കാകട്ടെ. We need you, Lord. ഞങ്ങൾക്ക് അങ്ങേ വേണം കർത്താവേ. We desire you into our lives. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അങ്ങേ ആഗ്രഹിക്കുന്നു. We invite you to come into every aspect of my spirit, soul, body. ഞങ്ങളുടെ ആത്മാവിന്റെ, ഞങ്ങളുടെ ദേഹിയുടെ, ഞങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും അങ്ങ് വരണം. Into my home, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, into my children's life, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക്, into my grandchildren's life, ഞങ്ങളുടെ കൊച്ചുകുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക്, into those habits that cannot be broken, കർത്താവെ, തകർക്കുവാൻ കഴിയാത്ത ചില സ്വഭാവങ്ങളിലേക്ക്, some of those attitudes, ഞങ്ങളിൽ ചിലരുടെ മനോഭാവങ്ങളിലേക്ക്, into some of those angry moments that I have that we have not able to control. ഞങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ആ കോപത്തിന്റെ ചില നിമിഷങ്ങൾ, Everything I give it to you, Lord. കർത്താവെ, സകലതും ഞങ്ങൾ അങ്ങേക്ക് നൽകും. This is your house. ഇത് അങ്ങയുടെ ഭവനമാകും. This is your house. അങ്ങയുടെ ഭവനമാകുന്നു. Completely, Father. പൂർണ്ണമായി Every area, എല്ലാ മേഖലയും, everything, Father, എല്ലാറ്റിലും about me, എന്നെ കുറിച്ചുള്ളത്, it's about you. അത് അങ്ങേ കുറിച്ചുള്ളതാണ്. Let my heart beat for you, Lord. കർത്താവേ, എന്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ഇടിക്കുന്നു. Even in my sleep. കർത്താവേ, എന്റെ ഉറക്കത്തിലും, Oh, when I go to sleep, let me say, Lord, I want to be in your presence. And morning when I get up, I want to wake up into your presence. കർത്താവേ, ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കണമേ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ We എഴുന്നേൽക്കുമ്പോൾ want to be such a person, കർത്താവേ, അതുപോലുള്ള ഒരു വ്യക്തിയാകുവാൻ ഞങ്ങളെ സഹായിക്കണം. full of the Holy Ghost, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, full of the Word of God, ദൈവവചനത്താൽ നിറഞ്ഞ്, charged up, Lord. കർത്താവിൽ എരിവോടുകൂടെ. Thank you, Jesus. നന്ദി യേശുവേ. As you're submitting yourself, നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിക്കുമ്പോൾ I sense the Lord saying, ഞാൻ ഇങ്ങനെ ദൈവം പറയുന്നതായിട്ട് കേൾക്കുകയാണ്. if you are my house, നിങ്ങൾ എൻ്റെ ഭവനമാകുന്നുവെങ്കിൽ I know how to take care of my house. എൻ്റെ ഭവനത്തെ പരിപാലിക്കാൻ എനിക്കറിയാം. I know how to bless my house. എൻ്റെ ഭവനത്തെ അനുഗ്രഹിപ്പാൻ എനിക്കറിയാം. I know how to beautify my house. എൻ്റെ ഭവനത്തെ ശുദ്ധീകരിപ്പാൻ എനിക്കറിയാം. I know how to pour out to my house. എൻ്റെ ഭവനത്തിലേക്ക് പകരുവാൻ എനിക്കറിയാം. I sense like this. ഞാൻ ഇങ്ങനെ അനുഭവിക്കുകയാണ്, കേൾക്കുകയാണ്. I know how to glorify my house. എൻ്റെ ഭവനത്തെ തേജസ്കരിക്കുവാനും എനിക്കറിയാം. When Solomon's temple, ശലോമോന്റെ ആലയം, the glory of God came, ദൈവത്തിന്റെ തേജസ് അവിടെ വന്നു. glorified that place. ആ ആലയത്തെ തേജസ്കരിച്ചു. The Lord is saying today morning, കർത്താവ് ഈ പ്രഭാതത്തിൽ പറയുകയാണ്, if you are my house, നിങ്ങൾ എൻ്റെ ഭവനമാകുന്നുവെങ്കിൽ I know how to glorify it. എങ്ങനെ നിങ്ങളെ തേജസ്കരിക്കണമെന്ന് I know how to glorify it. എനിക്ക് എൻ്റെ ഭവനത്തെ തേജസ്കരിക്കുവാൻ Only thing, ഒരു കാര്യം മാത്രം, will you submit? നിങ്ങൾ സമർപ്പിക്കുമോ? Will you be my house? നിങ്ങൾ എൻ്റെ ഭവനമാകുമോ? That is according to my desires. അത് എൻ്റെ ആഗ്രഹപ്രകാരം. It's my house and my desires. എൻ്റെ ആഗ്രഹം എൻ്റെ ഭവനത്തിനനുസരിച്ച്. Just like your house is your desires, God is saying, my house, my desires. നിങ്ങളുടെ ഭവനം നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഉള്ളതുപോലെ ദൈവം പറയുകയാണ്, എൻ്റെ ഭവനം എൻ്റെ ആഗ്രഹപ്രകാരം. My house, my ways. എൻ്റെ വഴികൾ അനുസരിച്ച് എൻ്റെ ഭവനം. My house, my plans. എൻ്റെ ഭവനത്തിൽ എൻ്റെ പദ്ധതികൾ. We're going to do a divine exchange. നാം ഒരു ദൈവിക കൈമാറ്റം നാം ചെയ്യാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. Lord, I want to give you, I just want you to give everything about you to Him. നിങ്ങളുടെ സകലതും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. Lord, I give you my plans. കർത്താവേ, എൻ്റെ പദ്ധതികൾ.
my desires, എൻ്റെ ആഗ്രഹങ്ങൾ, my thoughts, എൻ്റെ ചിന്തകൾ, my feelings, എൻ്റെ തോന്നലുകൾ, my attitudes, എൻ്റെ മനോഭാവം, my habits, എൻ്റെ സ്വഭാവങ്ങൾ, all my habits and my ways, കർത്താവേ എൻ്റെ സ്വഭാവങ്ങളും എൻ്റെ വഴികളും എല്ലാം I give it to you. അങ്ങേക്ക് ഞങ്ങൾ നൽകുന്നു. And I receive കർത്താവെ ഞങ്ങൾ സ്വീകരിക്കുന്നു your ways, അങ്ങയുടെ വഴികൾ, your commandments, അങ്ങയുടെ ന്യായപ്രമാണം, your statutes, അങ്ങയുടേതായിട്ടുള്ള കൽപ്പനകൾ, your testimonies, അങ്ങയുടെ സാക്ഷ്യങ്ങൾ, your desires, അങ്ങയുടെ ആഗ്രഹങ്ങൾ, everything about you, Lord. അങ്ങയെക്കുറിച്ചുള്ള സകലതും Finally, ഏറ്റവും ഒടുവിലായി Lord, I give you my heart and I receive your heart. കർത്താവെ എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് നൽകി അങ്ങയുടെ ഹൃദയം ഞാൻ സ്വീകരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. I sense the Lord is sanctifying, consecrating some of you. കർത്താവ് ശുദ്ധീകരിച്ച് ചിലരെ വേർതിരിക്കുന്നതായി ഞാൻ കാണുന്നു. Some of you, God is doing something on the inside. നിങ്ങളിൽ ചിലരുടെ അകത്ത് ദൈവം എന്തൊക്കെയോ ചെയ്യുന്നു. Hallelujah. ഹല്ലേലൂയ. Praise God. ദൈവത്തിന് Lord, I bless the house of God. കർത്താവെ ദൈവഭവനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. Let there be prosperity in the house. കർത്താവെ ദൈവഭവനത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. There will not be any poverty in the house of God. കർത്താവെ ദൈവഭവനത്തിൽ ദാരിദ്ര്യം ഉണ്ടാകുകയില്ല. I pray I bless each one of us, Father. കർത്താവെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.